നമസ്കാരം. ഇത് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ ഇപ്പോൾ അദ്ദേഹം BJP കാരനാണ്. അദ്ദേഹത്തെ പറ്റി നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നത് എന്താ? കർക്കശക്കാരനായിട്ടുള്ള ഭരണാധികാരി, മദ്രസകളൊക്കെ ബുൾഡോസർ വെച്ച് ഇടിച്ചു പൊളിക്കുന്ന മുഖ്യമന്ത്രി, അതേപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരോട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവരുടെ വീടും മറ്റ് വസ്തുവകകളും ഇടിച്ചു പൊളിച്ചിട്ട് അവരെയൊക്കെ ബംഗ്ലാദേശിലും അല്ലെങ്കിൽ അവർ എവിടെ നിന്നാണോ വന്നത് അവിടേക്കൊക്കെ പറഞ്ഞു വിടുന്ന അതിക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന തരത്തിലാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്തകൾ നമുക്ക് വിളമ്പിത്തരുന്നത്. എന്നാൽ നോക്കൂ, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള, അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തുള്ള സ്ത്രീജനങ്ങൾ, കുട്ടികൾ പോലുമല്ല, സ്ത്രീജനങ്ങൾ എത്രമാത്രം സ്നേഹത്തോടെയാണ് അദ്ദേഹത്തിനോട് ഇടപഴകുന്നത് എന്ന് നോക്കാം. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ കാഴ്ചയാണ്. പിണറായിയുടെ നാട്ടിലിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇതൊരു അത്ഭുത കാഴ്ചയാണ്. കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സമ്മേളനത്തിന് ഈ റെഡ് വാളറിമാർ എന്നൊക്കെ പറയുന്നവരുടെ കൂട്ടത്തിൽ അതിൻ്റെ നടുക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കാർ മാത്രം 100% പാർട്ടിക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിക്കാരൊന്നും അല്ലാത്ത ആളുകളുടെ ഇടയിൽ പിണറായി വിജയൻ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. ഒരു ജനകീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർ പോലും പറയുമെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ ജനകീയരായിട്ടുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ഏറ്റവും അവസാനം ആ വ്യക്തി അത് ഉമ്മൻചാണ്ടിയായിരുന്നു. രാഷ്ട്രീയ വിയോജിപ്പുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഏവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഉമ്മൻചാണ്ടി ഒരു ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു പേടിയുമില്ലായിരുന്നു ജനങ്ങളെ. ഏത് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ഇറങ്ങി ചെല്ലുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മൾ അത്തരം കാഴ്ച ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ VS അച്യുതാനന്ദനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പോലും പറ്റുന്നൊരു കാര്യമല്ല. 100-150 പോലീസില്ലാതെ അദ്ദേഹത്തിന് നമ്മുടെ ഈ തെരുവിതിലൂടെ നടക്കാൻ പോലും പറ്റില്ല. പിന്നെയല്ലേ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയി നിൽക്കുന്നത്. ഈ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കാര്യം പറയുമ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ സ്ത്രീകളാണ് കൂടുതലുമുള്ളത്. സ്ത്രീകളാണ്, അത്രയേറെ സ്ത്രീകൾ അദ്ദേഹത്തെ കേൾക്കാൻ അവിടെ വന്ന് നിൽക്കുന്നു എന്ന് ഓർക്കുക. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നവർ, അവിടെ ഈ NRC നടപ്പിലായിട്ടുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേട്ടോ ആസാം. പലർക്കും അത് അറിയില്ല. അവിടുത്തെ അതായത് ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരാണെങ്കിൽ വെളിയിൽ പോകണം, ആ ഒരു നിയമം അവിടെ ഉണ്ട്. അതുവഴി തന്നെയാണ് ഒരുപക്ഷെ ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലും ഇതേപോലെ കണ്ടെത്തുന്നവരെയൊക്കെ ആസാമിൽ കൊണ്ട് എത്തിച്ചിട്ടു അവിടെ നിന്ന് ബംഗ്ലാദേശിലോട്ടും മറ്റുമൊക്കെ പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ കർക്കശമായ നടപടി വേണ്ട ഒരു സംസ്ഥാനമാണത്. അതിനാൽ തന്നെ അതിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ആ നടപടി എടുത്തേ പറ്റൂ. പക്ഷേ അദ്ദേഹത്തിനെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ പിൻഗാമിയായിട്ട് ഒരു ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്ന വ്യക്തിയായിട്ടാണ്. പക്ഷേ അദ്ദേഹം അവിടെ വളരെ ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അവിടുത്തെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. ഇത്തരം ഞാനിപ്പോൾ കാണിച്ച ഒരു ദൃശ്യം മാത്രമല്ല, അത്തരം 100 കണക്കിന് ദൃശ്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പരതിയാൽ ലഭിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, വെറുതെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പിടികിട്ടും നമ്മളോട് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതല്ല സത്യമെന്നും ആ മനുഷ്യനെ അവിടെയുള്ളവർ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും. ഇപ്പോൾ തുടർച്ചയായിട്ട് BJP അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും അവിടെ ഭരിക്കും. അതിൻ്റെ കാരണം അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹം പ്രിയങ്കരനാണ്. അവരുടെ ക്ഷേമകാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ ആരോടാണ് അദ്ദേഹം കാർക്കശ്യം കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിഞ്ഞു കയറി വന്ന് നമ്മുടെ ജനങ്ങളുടെ വിഭവങ്ങളും തൊഴിലും തട്ടിയെടുക്കുന്ന അന്യനാട്ടുകാരായിട്ടുള്ള അന്യരാജ്യക്കാരായിട്ടുള്ളവരോടാണ് അദ്ദേഹം ഈ കാർക്കശ്യം കാണിക്കുന്നത്. അതിനൊപ്പം തന്നെ യാതൊരു ലൈസൻസും സർക്കാരിൻ്റെ അനുമതിയും ഇല്ലാതെ അനധികൃതമായിട്ട് മദ്രസകളും മറ്റും നടത്തിയിട്ട് അതിൻ്റെ മറവിൽ കുടിയേറി താമസിക്കുകയും അതും ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെ വലിഞ്ഞു കയറി വന്ന അവരുടെ മദ്രസകളും കെട്ടിടങ്ങളുമാണ് അദ്ദേഹം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത്. അല്ലാതെ ഒരു ഇന്ത്യക്കാരൻ്റെയും അല്ല. ഈ സത്യമൊന്നും നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറയില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം സോഷ്യൽ മീഡിയ എന്നൊരു സംഗതിയുണ്ട്. അതിനാൽ ഇത്തരം ദൃശ്യങ്ങളും ആ ദൃശ്യങ്ങൾ ചുവടുപിടിച്ചുകൊണ്ട് എന്നെപ്പോലുള്ള പലരും സത്യങ്ങൾ വിളിച്ച് പറയാനുള്ളതുകൊണ്ട് കുറേ പേരെങ്കിലും ആ സത്യം അറിയുന്നു. യാഥാർത്ഥ്യം എപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയായിരിക്കും. അവർ നമ്മളോട് പറയുക ഹിമന്ത ബിശ്വ ശർമ്മ ഒരു ക്രൂരനാണ്, മുസ്ലിം വിരോധിയാണ് എന്നൊക്കെ ആയിരിക്കും. എന്നാൽ ആ മനുഷ്യനെ അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം സ്നേഹിക്കുന്നു എന്നത് മാത്രം അവർ നമ്മളോട് പറയില്ല.